നമസ്തേ. ജീവിതത്തിന്റെ ആത്യന്തിക വിജയത്തിലേക്ക് യാത്ര ചെയ്തിരുന്നതായിട്ടുള്ള വ്യക്തികൾ അവരുടെ മനസ്സിൽ മാറ്റി എഴുതിയതായിട്ടുള്ള ചില മാനസിക പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ ഈ കോഡിങ്ങിൽ കൃത്യമായിട്ടുള്ള കറക്ഷൻ വരുന്ന സമയത്താണ് നമ്മുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നമ്മളാകുന്നതായിട്ടുള്ള ആ ഒരു എൻഡ് പ്രൊഡക്റ്റ് കൃത്യമായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പക്ഷേ പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്തതും നമ്മൾ മാറ്റി എഴുതാൻ ശ്രമിക്കാത്തതുമായിട്ടുള്ള ചില പ്രോഗ്രാം കോഡുകളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. പ്രോഗ്രാം എന്ന് ഞാൻ സിംബോളിക്കായിട്ട് സംസാരിക്കുന്നതാണ്. ചില മാനസിക അവസ്ഥകൾ, ചില ചിന്തകൾ, അത് നമ്മൾ മാറ്റി എഴുതുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളിൽ വലിയതായിട്ടുള്ള മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മുടെ സ്വപ്നങ്ങളെ നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിൻ്റെ ഹിതത്തിലൂടെ നമ്മുടെ കർമ്മത്തിനെ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എനിക്ക് കഴിയില്ല എന്നുള്ള പ്രോഗ്രാമാണ്. സോ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, റിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, എന്നാലും എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിൽ തന്നെ എന്നെ പിന്നോട്ട് വലിക്കുകയും അലട്ടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കാര്യം, എനിക്ക് കഴിയില്ല എന്ന് പറയുന്നതായിട്ടുള്ള ആ ഒരു ചിന്ത, അത് മാറ്റിയിട്ട് ഞാൻ അതിനുവേണ്ടി ശ്രമിക്കും എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മുടെ മനസ്സ് നമ്മളെ അത് ശ്രമിക്കുന്നതിലേക്ക് കൊണ്ടുപോകും. ആ ഒരു കർമ്മത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമ്മളൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്, ഇനി മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ നമ്മൾ ഓരോ പടി പതിയെ പതിയെ കയറിയിട്ട് ഞാൻ ശ്രമിച്ചു എന്നുള്ളതിൽ നിന്ന് ഞാൻ ചെയ്തു, ഞാനത് ചെയ്ത് തീർത്തു, വിജയിപ്പിച്ചു എന്നുള്ളതിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ്. സോ വളരെ ചെറുതായിട്ടുള്ള ഈ ഒരു മാനസികമായിട്ടുള്ള ഈ ഒരു മാറ്റമാണ് വലുതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് പലപ്പോഴും. അടുത്തതായിട്ട് നമ്മൾ വളരെ തെറ്റായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് സന്തോഷിക്കണമെങ്കിൽ എന്തെങ്കിലും ലഭിക്കണം എന്നുള്ളത്. എനിക്കെന്തെങ്കിലും കിട്ടിയാൽ മാത്രമേ സന്തോഷമുള്ളൂ. ഞാൻ ചെയ്ത പണിയുടെ റിസൾട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നതായിട്ടുള്ള കൂലി, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിലുള്ള സത്യമെന്ന് പറയുന്നത് ഞാൻ ഈ ചെയ്യുന്ന പ്രോസസ്സിനെ എനിക്ക് എൻജോയ് ചെയ്യാനായിട്ട്, സന്തോഷത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ? കൃത്രിമമായിട്ട് സന്തോഷം കൊണ്ടുവന്ന് ചിരിച്ചുകൊണ്ട് ചെയ്യണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പല ആൾക്കാരും ഉണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എന്ന് പറയുന്നത്. അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സിനെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സാണോ നമ്മുടെ കയ്യിലുള്ളത്, നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സോ എനിക്ക് സന്തോഷിക്കാൻ എന്തെങ്കിലും നേടേണ്ട ആവശ്യമില്ല. ദ പ്രോസസ് ഇറ്റ് സെൽഫ്, അത് ചെയ്യുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് എൻ്റെ സന്തോഷം എന്ന് വരുന്ന സമയത്ത് റിസൾട്ട് അതിഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. കാരണം പ്രപഞ്ചം എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ളത് മറ്റുള്ളവർ എന്തു പറയുമെന്നുള്ള ആ ഒരു റോങ് ആയിട്ടുള്ള കോഡാണ്. പലപ്പോഴും ആ ചിന്ത നമ്മളെ വന്ന് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരെന്തു പറയുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയുന്നില്ല, പലതും എക്സ്പ്രസ് ചെയ്യുന്നില്ല, പലതും ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു പോലുമില്ല. സോ മറ്റുള്ളവരുടെ കയ്യിലല്ല നമ്മുടെ വിജയത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ മാത്രം തീരുമാനിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾക്കപ്പുറത്തേക്ക് ഞാൻ എന്നുള്ള എൻ്റെ ആന്തരിക ശക്തിയിലേക്ക് തിരിയുന്ന സമയത്താണ് എനിക്ക് മഹത്തരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. പരാജയം വന്നിട്ടുണ്ടെങ്കിൽ പല ആളുകളും ഇന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചിന്തിക്കുന്നത് ആത്മഹത്യയെക്കുറിച്ചാണ്. ചെറിയൊരു പരീക്ഷയ്ക്ക് തോറ്റിട്ടുണ്ടെങ്കിൽ പോലും പല ആളുകളും അത് ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണോ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള സന്തോഷത്തിനെ നിശ്ചയിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം? പരാജയം എൻ്റെ മൂല്യം കുറയ്ക്കുമെന്നുള്ള ചിന്തയാണ് ഇവിടെ പ്രധാനമായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുകയാണ്, ഒരു വിജയിച്ച വ്യക്തിയേക്കാൾ കൂടുതൽ അനുഭവ കഥകൾ പറയാനുള്ളത് ഒരു പരാജയപ്പെട്ട വ്യക്തിക്കായിരിക്കും. അപ്പോൾ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് തീർച്ചയായിട്ടും വൻ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ഇപ്പോഴുള്ള അവസ്ഥയെ നമ്മൾ വളരെയധികം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരസുഖം വന്നാൽ പോലും നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, സന്തോഷം, നമ്മൾ ചെയ്യുന്ന വർക്ക് എൻജോയ് ചെയ്ത് ചെയ്യുക, സന്തോഷത്തോടെ ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യവും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതം നോർമലായിട്ട് പോകുന്നു, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ വിചാരിക്കും ആ നോർമലായിട്ടുള്ള പഴയുള്ള അവസ്ഥയുണ്ടല്ലോ, അത് മതിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും ഒരു അവസരവാദിയെ പോലെ പെരുമാറുകയാണ്. അപ്പോൾ ഈ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ പരാജയം എൻ്റെ മൂല്യം കുറയ്ക്കുന്നില്ല, എൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുകയാണ്. സോ അപ്പോൾ എനിക്ക് പരാജയപ്പെടാനായിട്ടുള്ള ഭയമില്ല, അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ എൻ്റെ ഭൂതകാലമല്ല എൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നത്, എൻ്റെ ഇപ്പോഴുള്ള ഹിയർ ആൻഡ് നൗ എന്ന് പറയുന്ന പ്രസൻ്റ് ആണ് എൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്നത് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞു പോയ പരാജയങ്ങളിലെ ഭയമാണ് പലപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാനുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആൻസൈറ്റി എന്നെ അലട്ടുന്നു. അതിന് പകരമായിട്ട്
എനിക്കിപ്പോൾ എൻ്റെ മുന്നിലുള്ളത് ഈ പ്രസൻറ്റ്, ഈ നിമിഷം മാത്രമാണ്. നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ അതാണ്. ഇന്നലെ എന്ത് സംഭവിച്ചു, നാളെ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല, ഇപ്പോഴുള്ളത് മാത്രമാണ് നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ചിന്തകളിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകുന്ന ആളുകൾ അവരാണ് വിജയിച്ചത്. നമ്മളിതിൽ എത്രമാത്രം എത്തിയിട്ടുണ്ടെന്നൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.